ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മോര് കറിയായിട്ടോ പരിപ്പ് കറിയായിട്ടോ ഒക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഇതിൽ തൈരോ പരിപ്പോ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ കൊണ്ടാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ വെറും 2 മിനിറ്റ് മാത്രം മതി. നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ കടലമാവും 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട കെട്ടാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തേങ്ങാപ്പാലിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരണം. നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് മുരിങ്ങയില ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് 5 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം ചേർത്തത്. എരിവ് കുറവാണെങ്കിൽ 7 8 എണ്ണം ചേർക്കാം. ഈ കറിക്ക് നല്ല എരിവ് വേണം. നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് കാണുള്ളൂ. ഇനി പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തീ സിമ്മിലോട്ട് ഇടുക. നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 30 സെക്കൻഡ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത അരിപ്പൊടിയും കടലമാവും ഒക്കെ താഴെ അടിഞ്ഞു കിടക്കും. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. ഇനി കറി ഒന്ന് കുറുകി വരണം. ഈ കറി നമ്മൾ വെട്ടി തിളപ്പിക്കാൻ പാടില്ല. തിള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട്. വീട്ടിലിപ്പോൾ തൈരോ പരിപ്പോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.